ഡോക്ടർ കെ ജി താരാം, ഇതിനു മുൻപും ഇപ്പം നമ്മുടെ കേരളത്തിൽ പാലക്കാട് കഴിഞ്ഞ കുറേ ദിവസമായി 40 ഡിഗ്രിയാണ്, താഴ്ന്നിട്ടേ ഇല്ല. കൊല്ലം, പുനലൂരിലുമൊക്കെ. പക്ഷേ ഇതിനു മുൻപും 39, 38, 40 എടുത്തെത്തിയിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഹ്യൂമിഡിറ്റി ഉണ്ടായിട്ടുണ്ടോ കേരളത്തിൽ എന്ന കാര്യം സംശയമാണ്. അപ്പം അതുകൊണ്ടാണ് ഈ പുറത്തിറങ്ങുമ്പോൾ ഇത്രയും ചുട്ടുപൊള്ളുന്നത്. ഇത് അതിനെ മാത്രമല്ല, അതിൻ്റെ കൂടെ ഈ പാമ്പ് പേടി കൂടി വരുന്നുണ്ട്. അപ്പം കൂടുതൽ പാനിക് ആവുന്നുണ്ടോ ആളുകൾ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഈ പാമ്പിനെ ആളുകൾക്ക് പൊതുവെ ഭയമാണ്. വാസ്തവത്തിൽ അതിനെ ഉപദ്രവിച്ചാൽ മാത്രമാണ് അത് ഉപദ്രവിക്കുക എന്ന് വെച്ചാൽ അതിനെ അറിയാതെ നമ്മൾ ചവിട്ടുകയോ അതിൻ്റെ പുറത്ത് അറിയാതെ ഇരിക്കുകയോ എന്തെങ്കിലും ചെയ്യുമ്പോൾ മാത്രമാണ് ഇത് സാധാരണ കടിക്കുന്നത്. അല്ലാതെ അത് ഓടി വന്ന് ഒരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ അത് അങ്ങോട്ട് ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. മനുഷ്യനെ പേടിയാണ്. അത് എവിടെയെങ്കിലും ഒരു മാളത്തിൽ ഒളിച്ചിരിക്കാനാണ് അത് സാധാരണഗതിയിൽ നോക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനം, ഇപ്പോൾ മുൻപ് സംസാരിച്ച ആളുകൾ സൂചിപ്പിച്ചതുപോലെ, ഈ ആശുപത്രിയിൽ കൃത്യസമയത്ത് നമ്മൾ കൊണ്ടെത്തിക്കുക എന്നുള്ളതിന് പുറമെ ഇതിൽ കൊടുക്കേണ്ട പ്രഥമ ശുശ്രൂഷയെപ്പറ്റി നമുക്ക് ഓരോരുത്തർക്കും ഒരു ധാരണ വേണം എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യം എന്ന് എനിക്ക് തോന്നുന്നു. നമ്മളിപ്പോൾ ഈ ചർച്ചയിൽ അത് പറഞ്ഞ് കേൾക്കാത്തത് കൊണ്ട് അതിനെപ്പറ്റി ഞാനൊന്ന് സംസാരിച്ചിട്ട് ബാക്കിയുള്ള വിഷയത്തിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. ഈ പാമ്പ് കടിച്ചാൽ പലപ്പോഴും പറ്റുന്ന അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുഞ്ഞിനെ അല്ലെങ്കിൽ പാമ്പ് കടിയേറ്റ ആൾ നടത്തിക്കൊണ്ടുപോകും. ആ നടത്തിക്കൊണ്ടു പോകുമ്പോൾ ഈ വിഷം വളരെ വേഗം തലച്ചോറിലേക്കും ഒക്കെ എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ഇരുത്തിക്കൊണ്ട് വേണം പോകാൻ. അത് 2-3 പേര് ചേർന്ന് അവരെ എടുത്തുകൊണ്ട് പോയാൽ മതി. ഈ കാറിലോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിലോ കയറ്റുമ്പോഴും ഈ പാമ്പ് കടി ഏറ്റ ആളെ പൊതുവെ കണ്ടുവരുന്ന ഒരു വലിയ തെറ്റ് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളെ കിടത്തി അവർ എന്ന് വെച്ചാൽ ക്ഷീണം ആണല്ലോ ഈ പാമ്പ് കടി ഏറ്റ ആൾക്ക്. അതുകൊണ്ട് കിടത്തിക്കൊണ്ടുപോയിട്ട് ഈ കടിച്ച കാല് ഒന്ന് പൊക്കി വയ്ക്കും. ചിലപ്പോൾ ഡ്രൈവറുടെ സീറ്റിൻ്റെ മുകളിലായിരിക്കും ഈ കാല് പൊക്കി വയ്ക്കുന്നത്. അങ്ങനെ ഈ കാല് പൊക്കി വയ്ക്കുമ്പോൾ എന്ത് പറ്റും? കടിയേറ്റ ഭാഗം ഹൃദയത്തിൻ്റെ ഒരു ലെവലിൽ നിന്ന് പൊങ്ങി നിൽക്കുകയാണെങ്കിൽ വളരെ വേഗം ആ വിഷം ഹൃദയത്തിലേക്ക് പോവുകയും, ഹൃദയമാണല്ലോ ബാക്കി എല്ലാ അവയവങ്ങളിലേക്കും രക്തം പമ്പ് ചെയ്യുന്നു. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഈ വിഷം വ്യാപിക്കാനും ഇടയാവും. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന്, ആളെ നടത്തിക്കൊണ്ട് പോകരുത്. അവർക്ക് ഒരു തരത്തിലും അവരുടെ ശരീരം അനങ്ങാൻ സമ്മതിക്കരുത്. അതൊന്ന്. 2, അവരെ കിടത്തിക്കൊണ്ട് പോകരുത്. കടിയേറ്റ ഭാഗം ഏതാണോ കടിയേറ്റ ഭാഗം അത് ഹൃദയത്തിൻ്റെ ലെവലിൽ നിന്ന് താഴെയായിരിക്കണം. ഇപ്പോൾ കാലിലാണ് കടിയേറ്റെന്നുണ്ടെങ്കിൽ അത് ഹൃദയത്തിൻ്റെ താഴെ ഇരിക്കത്തക്ക രീതിയിൽ ഇരുത്തിക്കൊണ്ടു പോകുന്നതാണ് ഏറ്റവും ഉചിതം. 3, നമ്മൾ പറഞ്ഞ് ഈ പേടിപ്പിക്കരുത്. നമ്മൾ പൊതുവേ ആളുകളുടെ നാട്ടുകാരുടെയും ഒരു പൊതുവേ ഉള്ള ശീലം നമ്മുടെ എല്ലാവരുടെയും എന്ന് പറഞ്ഞാൽ ആളെ ഒന്ന് ഭയപ്പെടുത്തും. അത് എല്ലാ രോഗത്തിൻ്റെയും കാര്യത്തിൽ നമ്മളത് കണ്ടുവരുന്നുണ്ട്. ഈ ഇങ്ങനെ അയ്യോ 8 അടി മൂർഖന 8 അടി വീരനാണ് കടിച്ചത്, ഇത് 8 അടി നടക്കുന്നതിന് മുമ്പ് മരിച്ചു പോകും, അല്ലെങ്കിൽ ഇത് അണലി ഇനിയിപ്പോൾ രക്ഷയുണ്ടെന്ന് തോന്നുന്നില്ല. ഈ രീതിയിലുള്ള വർത്തമാനങ്ങൾ നമ്മൾ ഒഴിവാക്കുക. ആൾക്ക് ആ കടിയേറ്റ ആൾക്ക് ഒരു ഒരു ആത്മവിശ്വാസം കൊടുക്കുന്ന രീതിയിൽ, അതിപ്പോൾ ഇതൊന്നും ഒരു വിഷമുള്ളതൊന്നും അല്ല, ഇത് വേറെ എന്തോ കടിച്ചതാണ്, നമുക്ക് പാമ്പ് വിഷമില്ലാത്തൊരു പാമ്പാണ്, അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല എന്നേ ഞാൻ പറയുള്ളൂ. അവരെ കൊണ്ടുപോയി ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ പലപ്പോഴും പറ്റുന്ന മറ്റൊരു തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പാമ്പിനെ കൂടെ കൊണ്ടുപോകണം എന്നാണ് പലരുടെയും ഒരു വിചാരം. അല്ലെ, ആ പാമ്പിനെ കൊല്ലാൻ അല്ലെ തല്ലിക്കൊന്ന് ഈ പാമ്പിനെയും കൂടി എടുത്തുകൊണ്ട് പോകുന്ന പല സ്ഥലത്തും നമ്മളിത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ പാമ്പിനെ പിടിക്കാൻ നിങ്ങൾ ഓടേണ്ട കാര്യമില്ല. ഏത് പാമ്പിനും ഒരേ ആൻറ്റിവെനം തന്നെയാണ് കൊടുക്കുന്നത്. ഈ പ്രതിരോധ മരുന്ന് ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ഇന്ന പാമ്പ് കടിച്ചാൽ ഇന്ന പ്രതിവിധി അങ്ങനെയില്ല. അതുകൊണ്ട് പാമ്പ് കടിച്ചു എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ ഈ പാമ്പിനെ അന്വേഷിച്ച് നമ്മൾ പോകേണ്ടതില്ല. നമ്മൾ നേരത്തെ അത് ആശുപത്രി കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ എനിക്ക് ഒരു സജഷനുണ്ട്, ഒരു കാര്യം പറയാനുള്ളത്. നമ്മൾ ഈ ആപ്പ് വളരെ നല്ല കാര്യം കേട്ടോ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആ ഒരു ആപ്പ് പുറത്തിറക്കിയത് വളരെ നല്ല കാര്യം, സർപ്പ എന്നുള്ളത്. ഞാൻ പക്ഷേ ഓർക്കുന്നത്, ഈ ഒരു 8 വയസ്സുള്ള ഒരു കുഞ്ഞ് മരിച്ചുവല്ലോ കഴിഞ്ഞ 2-3 ദിവസം മുമ്പ്. അവിടെ അടച്ചുറപ്പില്ലാത്തൊരു വീട്
ആ വീട്ടിൽ നമ്മൾ എന്താണ് ഒരു സുരക്ഷിതമായ ഒരു രീതിയും അവരെ നമുക്ക് പ്രതീക്ഷിക്കുക വയ്യ അവർ താമസിക്കുന്ന സ്ഥലത്ത്. അങ്ങനെയുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരുപാട് കുടുംബങ്ങൾ ഉണ്ടാവാം, അവർക്കൊരു മൊബൈൽ ഫോൺ തന്നെ നെറ്റ് ഉള്ള ഒരു മൊബൈൽ ഫോൺ തന്നെ ഉണ്ടാവണം എന്നില്ല, ഈ ആപ്പും എല്ലാം ഡൗൺലോഡ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവണം എന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ ഡിസ്ട്രിക്റ്റ് കൺട്രോൾ റൂമിലേക്ക് 1077 1077 24 മണിക്കൂറും പ്രവർത്തിക്കും. റവന്യൂവിൻ്റെ കീഴിലാണ്, റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ് അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഡിസ്ട്രിക്റ്റ് കളക്ടറേറ്റിലെ കൺട്രോൾ റൂമുകളാണ്. ഏത് സമയം വിളിച്ചാലും അവിടെ ആളുണ്ടാവും. നമ്മൾ വിളിക്കുമ്പോൾ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കണം, നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കണമെങ്കിൽ 1077 എന്ന് ഞാൻ വിളിച്ചാൽ മതിയാവും. ഞാൻ കൊല്ലത്ത് പോയിട്ട് കൊല്ലത്തെ കളക്ടറേറ്റിലേക്കാണ് എനിക്ക് വിളിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ കൊല്ലത്തെ കോഡും കൂടി ചേർത്ത് വേണം. STD കോഡ് ഉണ്ടല്ലോ, 0474 0474 ആണ് കൊല്ലത്തെ STD കോഡ്. അതും കൂടി ചേർത്ത് വേണം ഈ 1077 എന്നുള്ള നമ്പർ വിളിക്കാൻ. ഇവിടെ നിന്ന് അങ്ങോട്ട് വിളിക്കുകയാണെങ്കിൽ, അവനവൻ്റെ ജില്ലയിൽ വിളിക്കുകയാണെങ്കിൽ 1077 വിളിച്ചാൽ ഈ ഡിസ്ട്രിക്ട് കൺട്രോൾ റൂമിൽ ആൾ എടുത്തിരിക്കും. അപ്പോൾ അഥവാ ഇനി ആപ്പ് ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള സൗകര്യം ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഈ 1077 വിളിച്ചാൽ മതിയാകും. ഒരു കാര്യം കൂടി പറയാം, ഈ സർപ്പ എന്നുള്ള ആപ്പ് അതിന് പുറമേ അതിന് മുമ്പ് തന്നെ പുറത്തിറക്കിയതാണ് ഒരു സ്നേക്ക് പീഡിയ എന്ന് പറയുന്നത്. വിക്കിപീഡിയ എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, അതുപോലെ സ്നേക്ക് പീഡിയ അങ്ങനെ ഒരു പ്രൈവറ്റ് ഒരു സംരംഭമാണ്. പക്ഷേ അതിലും വളരെ ബൃഹത്തായ രീതിയിൽ ഈ വിവരങ്ങൾ വളരെ കാലം മുമ്പ് തന്നെ അവർ ഈ ആപ്പ് പുറത്തേക്ക് ഇറക്കിയിരുന്നു. ഒരു പാമ്പിൻ്റെ പടമൊക്കെ കൊടുത്തിട്ടാണ് ഈ സ്നേക്ക് പീഡിയ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സർക്കാരിൻ്റെ വകയായിട്ട് ഈ സർപ്പ ആപ്പുണ്ട്, സ്നേക്ക് പീഡിയ എന്നുള്ള ഈ ആപ്പുണ്ട്. ഇതിലേതെങ്കിലും അല്ലെങ്കിൽ രണ്ടും നമ്മൾ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുന്നതാണ് ഫോണിൽ സൗകര്യമുള്ളവർ. ഇതിനകത്ത് ഈ ചികിത്സയ്ക്ക് സൗകര്യമുള്ള, അതായത് സർപ്പദംശനം ഏറ്റാൽ ചികിത്സിക്കാൻ സൗകര്യമുള്ള എല്ലാ ആശുപത്രികളുടെയും നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട് ഓരോ ജില്ലയിൽ. സ്നേക്ക് ക്യാച്ചേഴ്സ്, പാമ്പ് പിടുത്തക്കാരുടെ നമ്പറുകൾ ഈ സ്നേക്ക് പീഡിയയിൽ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ സർപ്പ ആപ്പ് കണ്ടിട്ടില്ല, അതുകൊണ്ട് അതിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ, ദയവായിട്ട് ക്ഷമിക്കണം. അതിനകത്ത് ഈ പാമ്പ് പിടുത്തക്കാരുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരെ നമുക്ക് വേഗം തന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. എന്തെല്ലാം ഫസ്റ്റ് എയ്ഡ് ചെയ്യണം എന്നുള്ള വിവരം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓരോ സ്ഥലത്തും കാണാൻ സാധ്യതയുള്ള പാമ്പുകളുടെ ജാതകം വരെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഇത് എന്ത് നിറം, എങ്ങനെയാണ് അതിനെ തിരിച്ചറിയേണ്ടത്. ഇനിയിപ്പോൾ അതൊന്നും വായിക്കാൻ നമ്മൾ നിന്നില്ലെങ്കിൽ പോലും നമ്മൾ ഈ ഹോസ്പിറ്റലിൻ്റെ നമ്പർ ഡയൽ ചെയ്യുക, അങ്ങോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ പകുതി കാര്യങ്ങളും നമുക്ക് സുരക്ഷിതമായിട്ട് ഇരിക്കാൻ സാധിക്കും. ഈ പ്രഥമ ശുശ്രൂഷയുടെ കാര്യത്തിൽ നമ്മൾ ഒരു ജാഗ്രത പുലർത്തണം.